ഭയങ്കര വിശപ്പ്. അല്ല ഒരു മിനിറ്റ്, വേറെ കൊണ്ടല്ല, നമുക്ക് കഴിക്കാം. പക്ഷെ എനിക്കൊരു 5 മിനിറ്റ് നിങ്ങളോടൊരു കാര്യം സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലല്ലോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത്? ഇല്ല. ഇത് നമ്മുടെ ജെയിംസ് അച്ചായന്റെ മാർജിൻ ഫ്രീ ഷോപ്പിൽ അവിടുന്ന് ഇത്തവണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നും പറഞ്ഞ് ബില്ല് മൊത്തം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ബില്ല്. ഇതിനകത്തെ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 22,352 രൂപയാണ്. ആ ഇതാണ് അയ്യോ. കേട്ട നിനക്കേ അയ്യോ. അപ്പൊ ഇത് കൊടുക്കട്ടെ, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇത്രയധികം ബില്ല് വന്നതെന്ന് ഞാനൊന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കി. ഓരോ സാധനം എന്താണെന്നും അതിൻ്റെ വില എന്താണെന്നും അത് എത്ര കണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എല്ലാം നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഈ അടുക്കളയിലേക്ക് അല്ലാത്തതും ഇതിൽ വന്നിട്ടുണ്ട്. അമ്മ നമ്മള് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങുന്നുള്ളൂ, അനാവശ്യമായിട്ട് ഒന്നും വാങ്ങുന്നില്ല. അതുപോലെ ഞാനും ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് അത്യാവശ്യമുള്ള പല സാധനങ്ങളും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ വലിയ മനസ്സിന്റെ ഒരു ഇതാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല്, നീ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് ഒരു വലിയ കുപ്പി ഷാമ്പു വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇപ്രാവശ്യം നീ വേറൊരു കമ്പനിയുടെ അതുപോലത്തെ വലിയൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നിനക്ക് എത്ര ഷാമ്പു വേണം കുളിക്കാൻ? അതെന്താന്നറിയമ്മ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഷാമ്പു ഉണ്ടല്ലോ, ശരിക്കും അങ്ങോട്ട് പതയുന്നില്ല. അത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ. അത് അതേപടി തന്നെ ഇരിപ്പുണ്ട്, കൊള്ളില്ല ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം വേറെ വാങ്ങിച്ചു. ശരി. പിന്നെ ഇദ്ദേഹം ആണെങ്കിൽ നിനക്ക് എത്ര സോപ്പ് വേണം കൊച്ചേ ഒരു മാസം കുളിക്കാൻ? അല്ല, നീ കഴിഞ്ഞ മാസം ഒരു കമ്പനിയുടെ 4 സോപ്പ് വാങ്ങിച്ചു. ആകെപ്പാടെ നീ ഇത്രേ ഉള്ളു താനും. ഇപ്രാവശ്യവും അടുത്ത 4 സോപ്പ് വാങ്ങിച്ചു. അല്ലമ്മ, അത് ഒന്നേ ഉള്ളു. പക്ഷെ കഴിഞ്ഞ മാസം വാങ്ങിച്ച സോപ്പ് ഉണ്ടല്ലോ, അത് തേച്ച് ഭയങ്കര ചൊറിച്ചില്ലമ്മ. മൊത്തം ചൊറിച്ചില്? ഇല്ല അണ്ണാ, അണ്ണനെ ചൊറിഞ്ഞില്ലേ? ഞാൻ വേറെ സോപ്പായിരുന്നു ഉപയോഗിച്ച, ആ സോപ്പല്ല. ഒരാൾക്കാണ് ഷാമ്പു പതയത്തുമില്ല, വേറെത്തേക്ക് സോപ്പ് ചൊറിച്ചില്ല. എന്ത് ചെയ്യുമെന്ന് പറ. സത്യമായിട്ടും അതുകൊണ്ടാണ് അമ്മ ഈ മാസം വേറെ സോപ്പ് വാങ്ങിച്ചത്. അല്ല, കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വരുത്തിയെങ്കിൽ എല്ലാവർക്കും കാപ്പി കുടിക്കാം. ഓ, കാപ്പി കുടിക്കണ്ടിപ്പോ ഞങ്ങൾ കുടിച്ചോളാം. നീ പോയി എനിക്കൊരു നല്ല ചായ ഇട്ടുണ്ടോ? അല്ല, ഈ ചായ എന്ന് പറയുമ്പം ഗ്രീൻ ടീ വേണോ, ഹെർബൽ ടീ വേണോ, അതോ ഇന്നലെ വരെ ഇട്ടോണ്ടിരുന്ന ചായ വേണോ? നീ വേറെ വല്ല ചായ ഉണ്ടോ കയ്യില്? അതില്ല. മര്യാദക്ക് ഞാൻ സാധാരണ കുടിക്കുന്ന ഒരു ചായ ഇട്ടുണ്ടോ? ഓ, ബാക്കിയെല്ലാം വാങ്ങിച്ചങ്ങ് അടുക്കി വെച്ചോളൂ. എന്നിട്ട് രൂപ 22,352 ഗൂഗിൾ പേ ചെയ്യും കൊച്ചമ്മ എന്ന് പറഞ്ഞോണ്ട് വരും. ഇതെന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷാമ്പൂവിന് ഒരു ലോഡ് ഷാമ്പൂ ഇവിടെ എത്തിക്കുവായിരുന്നു. നമുക്കറിയാമല്ലോ വരുമ്പോ വരുന്ന ലോഡ് എന്താന്നുള്ളത്. കൊള്ളാമ്മ, അമ്മേനെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും വാങ്ങിച്ചു കളഞ്ഞില്ല അല്ലേ അണ്ണാ? കളഞ്ഞാ? പിന്നെ ഈ പറയണ സോപ്പിന്റെ പൈസ വേണമെങ്കിൽ നമ്മൾ തിരിച്ചു തന്നോളാം, കുഴപ്പമില്ല. അണ്ണന് പറയാനൊന്നുമില്ലേ? അണ്ണൊന്നും പറയില്ലേ? ഞാൻ പോണു. ബാക്കിയും കൂടെ കഥകൾ കേട്ടിട്ടേ, കണക്കുകളൊക്കെ കേട്ടിട്ട് അങ്ങ് വന്നേച്ചാ മതി. കണ്ടല്ലോ ഒരു ബില്ല് ഇത്ര ആയത് എങ്ങനെ എന്ന് ഒരു വീട്ടിലിരുന്നോണ്ട് കാശ് കൊടുക്കുന്ന ഒരാള് ചോദിച്ചാൽ കാണിക്കുന്ന ബഹളങ്ങളാണ് ഈ കണ്ടതൊക്കെ. ഇതൊക്കെ എന്തോ നാടാ. അല്ലമ്മ, പെട്ടെന്ന് ഈ ഷാമ്പൂന്റെ കാര്യം എടുത്തിട്ടതിന്റെ ഒരു അതൃപ്തിയാണ്. അത് കുഴപ്പമില്ല, പറഞ്ഞ് ശരിയാക്കാം. വളരെ പെട്ടെന്ന് പറയാതെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് മുറിച്ച് പറയണോ? എന്റെ ദൈവമേ, നിന്റെ പെണ്ണിന് എന്തുവായിരുന്നു ഇത്ര കണ്ടതുള്ളല്ലേ? സോപ്പിന്റെ അമ്മയ്ക്ക് ഒരു മര്യാദക്ക് പറയായിരുന്നു. മര്യാദയ്ക്കോ? എന്താ പറയാ, കേറി കിടന്ന് പിന്നെ അവളെ 2 തല്ലിയേച്ചാണ് പറഞ്ഞത് അല്ലല്ലോ. മര്യാദയ്ക്ക് പറയാന്ന് ഉപയോഗിക്കുന്ന ഭാഷയോ? എല്ലാരും എഴുന്നേറ്റ് പോയാ? എടാ ചായ, നീ ഒരു കാര്യം ചെയ്യ്, ആ പ്ലേറ്റ് എടുത്ത് വെച്ച് 2 ഇഡ്ഡലി എനിക്കിട്. ഇഡ്ഡലി ആകുന്നേ ഉള്ളൂ, വീശപ്പുണ്ട്, അതെടുക്കട്ടാ. എന്തെങ്കിലും അപ്പം ഇട്. ബാക്കിയുള്ളവരൊക്കെ വിശക്കുമ്പോ താനേ വന്ന് കഴിച്ചോളൂ കേട്ടോ. അല്ല കൊച്ചമ്മ, അപ്പോഴേ ആ ജെയിംസ് അച്ചായന്റെ കടയിലെ ബില്ലിന്റെ കാര്യം പറയണ്ടായിരുന്നു. അല്ല, പറഞ്ഞാൽ നല്ലത് തന്നെ. അല്ല, അമ്മ പറഞ്ഞത് കറക്റ്റ് തന്നെ, ദൂരത്ത് നമ്മൾ ഒഴിവാക്കണം. മോനെ, ഞാൻ എന്റെ കാര്യം പറഞ്ഞുതരാം. ഇത്രയും കാലമായിട്ട് ഞാൻ പഴയ ബില്ലുകളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മളൊരു 2 മാസം കൂടുമ്പോൾ ഒരു 30 മുതൽ 35,000 രൂപ വരെ നമുക്കൊരു ബജറ്റ് ഉണ്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇപ്രാവശ്യത്തെ ഈ പോക്ക് പോയാൽ അത് 35ന്റെ ഇരട്ടിയുടെ ഇരട്ടി ആവും ഇനിയും. അതൊന്നും ഒരു വീടിന്റെ പറ്റിയ കാര്യങ്ങളല്ല.
എല്ലാം നോക്കിയും കണ്ടും ചിട്ടയായിട്ട് നമ്മളും ഒക്കെ കുറച്ചൊക്കെ ഒതുക്കി ഒന്ന് കൺട്രോൾ ചെയ്ത് ചിലവൊക്കെ ചുരുക്കി ജീവിക്കേണ്ട കാലമായി ഇപ്പോഴ്. മനസ്സിലായോ? ഒരണുവട ഞാൻ പിന്നോട്ട് പോവുകയില്ല. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനകത്ത് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കണം. നീ കൂടെ കേൾക്കാനാ പറയുന്നത്. കേട്ടു കൊച്ചമ്മ. ഇപ്പൊ പറയണ്ട. ബീസപ്പ് എടുക്കട്ടാ? വേണ്ട അവന് കൊണ്ട് അപ്പം ഉണ്ട്, മതി. അമ്മ, അത് നമ്മൾ സംസാരിക്കാം. സംസാരിച്ചാൽ നിങ്ങൾക്കൊക്കെ തന്നെ കൊള്ളാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.